കുഷ്ഠം, മാനസിക രോഗം, മഹാകുഷ്ഠം, വെള്ളപ്പാണ്ട്, മന്ത്, മഹോദരം, അപസ്മാരളക്കം, എയ്ഡ്സ്, പ്ലേഗ്, ക്യാൻസർ, ആന്ത്രാക്സ് ഇത്യാദി മാരക മഹാരോഗങ്ങൾക്കുള്ള ഔഷധം ആധുനിക ലോകത്ത് കണ്ടെത്തിയിട്ടില്ല. സ്വാമി സ്കൂളിൽ പഠിക്കാത്ത ആളാണ്. പൈസയ്ക്ക് കൽപ്പന പറഞ്ഞത് 58 കൊല്ലം കൽപ്പന പറഞ്ഞു. സ്വാമി കൽപ്പന പറയുമ്പോൾ നിങ്ങൾ ജനിച്ചിട്ടൊന്നുമില്ല. അന്ന് പൈസ കാലാണ് ഒരണയാണ് കാശ് മേടിക്കാതെയായ ജീവിതം മുഴുവൻ കൽപ്പന പറഞ്ഞത്. 58 കൊല്ലം കൽപ്പന പറഞ്ഞത്. അപസ്മാര ഇളക്കത്തിന് ഔഷധം ഭൂമിയിൽ ഈശ്വരൻ കൊടുത്തിട്ടില്ല. ഇളക്കം കാണിക്കണ കണ്ടാൽ നമ്മൾ തീവണ്ടിക്ക് തലവയ്ക്കും. സാധാരണ വണ്ടിക്കല്ല, തീവണ്ടിക്ക് തലവെച്ചില്ലാവും. ഇളക്കം അത്ര പൊട്ടയാണ്. ഇളക്കം ഒരു സൈസൊന്നല്ല. ഇളക്കം വരുമ്പോൾ ചിലവർക്ക് മലം പോവും. അത് വായുത്തേക്കുമായി. ചിലർ രക്തം കുടിക്കും, കൈ കട്ടിച്ച് രക്തം കുടിക്കും. ചിലർ തലമുടി വലിച്ചെടുക്കും, ഭ്രാന്ത് അഴിച്ചിട്ട് തുള്ളും, കെറ്റി ചാടും. ചിലർ ഇളക്കം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ തരം വില്ല് പോലെ വളയും. ചിലർ മൂത്രം പോവും, രസമൊക്കെ വലിച്ചു കയറും. അപസ്മാര ഇളക്കം ഈ ജഗത്തിൽ ഒരാൾക്കും വരരുത് എൻ്റെ ഭഗവാനേന്ന് 100 പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം നശിച്ച രോഗം ഇതിലും ഭേദം ഭ്രാന്താൻ തോന്നും. പിന്നെ ചെറിയ ചെറിയ ഇളക്കങ്ങളുണ്ട്, കൊച്ചു കൊച്ചു ഭാവം കാണിക്കുന്നവരുണ്ട്. ഈ ഇളക്കപ്പോൾ ഇതിന് മരുന്നില്ല, ഒരു ഗുളികയുള്ളൂ. ഏത് ലോകത്തിലും ഏത് ഡോക്ടർമാരെ കണ്ടാലും ഒരു ഗുളികയുള്ളൂ. പഞ്ഞിക്കായുടെ കുരു പോലെ ഒരു ഗുളികയുണ്ട്. ഈ ഗുളിക കഴിക്കുമ്പോൾ ഇളക്കം കാണുന്നുണ്ട് കുട്ടിക്ക്. ഇളക്കം എപ്പോഴും കാണും. വല്ലപ്പോഴൊക്കെ എപ്പോഴും ഇളക്കം പോലെ കാണിക്കും. മുഴുവൻ വിട്ടുപോയിട്ടില്ല എന്ന് പറയുന്നത്. മുഴുവൻ വിട്ടു പോകണില്ല ഇളക്കം. 10ാം ക്ലാസ്സിൽ ഒരു വട്ടം വന്നു, അത് കഴിഞ്ഞിട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഈ ഗുളിക കൊടുത്തിരിക്കുകയാണ്. ഇളക്കം കാണുന്നുണ്ട്. 24 വയസ്സാവാറായി. ഇളക്കം കാണുന്നുണ്ട് ഇപ്പോഴും. ഇങ്ങനെ ഒരു നൊലോളി വരും. ആ നൊലോളിയാണ് ഇതിൻ്റെ സിഗ്നൽ. ആ ഇളക്കം വന്നാൽ കുറച്ച് നേരം മിണ്ടാണ്ട് തലയിച്ച് കിടക്കും. അപ്പോൾ നമ്മൾ നോക്കണം. ഈ ഇളക്കം വന്നാൽ പോവില്ല. ആത്മാവിനെ ബാധിച്ച് നിൽക്കുന്ന ദൂർവ്വ ആത്മാവാകും. അപ്പോൾ മരിച്ചു പോയ ആ പ്രേതം ഈ ഇളക്കം കാണിക്കും. ചിത്തം ആത്മാവിനെ ബാധിക്കുന്ന സ്ഥേകാലായി നിൽക്കുന്ന ഒരു ബോധമാണ്. അത് ഭ്രാന്ത് പറയും. സൂക്ഷിക്കണം. ഈ വക രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെണ്ണ് കെട്ടിയിട്ട് എന്നെ വെച്ച് കെട്ടി വേണ്ടെങ്കിൽ ഒഴിമുറി ചെയ്തോളാൻ പറയും. അത് വലിയ കഷ്ടമാണത്. 24 അല്ല 25 വയസ്സാവാനാണ് പോകണം. 24 വയസ്സ് കഴിഞ്ഞ് 2 മക്കൾ അച്ഛനമ്മ കുടുംബമാണ്. 23 അപ്പോൾ കെട്ടണമെങ്കിൽ ആലോചിച്ചിട്ട് മതി. കേട്ടുക. പെണ്ണ് കിട്ടായൊന്നുമില്ല, വേറെ പെണ്ണ് അന്വേഷിക്കുക. കേട്ടുക. ഒരു 10-20 വയസ്സുള്ള ഒരു പെൺകുട്ടീനെ വേണ്ടോ? പെൺകുട്ടീനെ നമുക്ക് ആവശ്യം, പെണ്ണിനെ അല്ല. അപ്പോൾ ഒരു 20-25 വയസ്സ്, ഒരു 20-21 വയസ്സുള്ള 22 വയസ്സുള്ള ഒരു പെൺകൊച്ചനെ കിട്ടിയാൽ മതി. കേട്ടുക. പ്രായം കഴിഞ്ഞാൽ കെട്ടണ്ട, ഒന്ന് അന്വേഷിക്കുക. കേട്ടുക. ഇത് എടുക്കണ്ട എന്തായാലും. അവർക്ക് പേടി. പറഞ്ഞില്ലെന്ന് പറയരുത്. അത് ഞങ്ങൾ തുറന്ന് പറയണ. ചതിച്ചു എന്ന് നിങ്ങൾ പറയരുത്. ഞങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമായി, വീടും കൊല്ലം ഞങ്ങൾ ഒന്നും നോക്കണില്ല. പക്ഷെ നിനക്ക് പെണ്ണിനെ ഇഷ്ടമായാൽ ഞങ്ങൾ ഒന്നും നോക്കണില്ലേ, കെട്ടിത്തരാമെന്ന് അച്ഛൻ പറയാം. പക്ഷെ മരുന്ന് കഴിക്കുമ്പോൾ എന്താ ഈ മരുന്നിൻ്റെ കാര്യം അന്ന് പറയാഞ്ഞേന്ന് നീ ചോദിക്കുന്നത്. അത് ഞങ്ങൾക്ക് വിഷമമാണ്. ഞാൻ കുട്ടിയുടെ അച്ഛനാണ്. അപ്പം ഞാൻ തുറന്ന് പറയണേ, നല്ല അച്ഛനാണ്. അങ്ങനത്തെ അച്ഛനമ്മമാരുമാണ്. ഉള്ള വർത്തമാനം കേട്ടപ്പോൾ കരച്ചിൽ വന്നു. വളരെ ദയാസിന്ധുവായ ഒരു പിതാവ് മകളുടെ ദുഃഖങ്ങളെ തുറന്ന് പറയാം. നമുക്ക് കേട്ടപ്പോൾ അതൊന്നും കുഴപ്പമൊന്നുമില്ല, നമുക്ക് എല്ലാം ഒത്തുണ്ട്, നമുക്ക് അതിനെ കെട്ടാനും ഉള്ളിൽ തോന്നി. മരുന്ന് കഴിക്കുമ്പോൾ മാറണുണ്ട്, ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് തോന്നി നമുക്കല്ലേ. അത് ആലോചിച്ചിട്ട് മതി. സ്വാമി മോടിക്കുന്നു അതിനോട് പറയാൻ പോണ്ട. വേറെ പെണ്ണന്വേഷിക്കും, ഇതൊരു പെൺകൊച്ചിനെ അന്വേഷിക്കും. കേൾക്കുക. അത് വേണ്ടാത്തതിന് പോയിട്ട് നമുക്ക് ചിന്തിക്കാണ്ടേ. പെണ്ണ് കെട്ടി വല്ല പുരുഷ ബന്ധം വരുമ്പോൾ ഇത് ഒരു പടം വിരിച്ചാലോ. ഈ പുരുഷന്മാരെ ബന്ധമേ ആൺപിള്ളേരുടെ ബന്ധം വരുമ്പോൾ ചിലർ പടം വിരിക്കും, ചിലർ അടുക്കാൻ സമ്മതിക്കില്ല. ഈ രോഗമുള്ളവരെ നമ്മളടുത്ത് ചെല്ലുമ്പോൾ അവർ മുടക്കും, അവരകന്നു പോവും. തലയില്ലെങ്കിൽ നമ്മളോട് ബലമായിട്ട് നമ്മളിങ്ങോട്ട് ബലാസംഗം പോലെ അവർ അറ്റാക്ക് വരും. അത് ബോധത്തെ ബ്രെയിനിൽ കിടക്കുന്ന ബോധ മനസ്സത്. അപ്പോൾ നമുക്ക് പേടിയാവും. എന്താ ഈ സ്ത്രീ ഇങ്ങനെ കാണിക്കണേ, ഭ്രമം വരുമവർക്ക്. അത് സൂക്ഷിക്കണം.
ഇളക്കം ഭ്രാന്തുള്ളവർക്കൊക്കെ അങ്ങനെ പെട്ടെന്ന് അവരെ ബോധം മറന്നു വരും. അപ്പോൾ നമ്മൾ പേടിക്കുകയും എന്താവുമെന്ന് വിചാരിക്കും. ഇത് ഭാവങ്ങൾ പറയണം, ഓരോ രോഗത്തിൻ്റെ സ്വഭാവങ്ങൾ പറയണം, ആലോചിച്ചിട്ട് കെട്ടിയാൽ മതി. നമുക്ക് പെണ്ണ് കെട്ടേണ്ട പ്രായം ആവണമല്ലോ, സമയം കളയണ്ട. വേറെ പെണ്ണന്വേഷിക്കുക, കേൾക്കുക, വേറെ അന്വേഷിച്ച് കിട്ടുമെന്ന് നോക്കുക, ആ ഭാഗത്തന്നെ തപ്പി നോക്കുക, കേൾക്കുക. പലരും അന്വേഷിച്ചിട്ട് ഈ കുട്ടി വേണ്ടെന്ന് വെച്ച് പോയിട്ടുള്ള രോഗം കേട്ടപ്പോഴേ വേണ്ടെന്ന് വെച്ച് പോയിട്ടുള്ള. അപ്പോൾ നമ്മൾ അവിടെ തന്നെ അന്വേഷിക്കുക, അവിടെ പറ്റിയ ആൾക്കാരും